മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഒരു ഓവർകോട്ട് അബായയുടെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്ലെയിൻ മെറ്റീരിയലും പ്രിൻറ്റഡ് മെറ്റീരിയലും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പ്ലെയിൻ മെറ്റീരിയൽ 60 ഇഞ്ച് വിഡ്ത്തുള്ള തുണിയാണ്. അപ്പോൾ നമുക്ക് 2 മീറ്റർ തുണിയിനകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫ്ലെയറായിട്ട് ചെയ്യുന്നില്ല, സാധാ നോർമൽ ഫ്ലെയറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 മീറ്റർ എടുക്കുന്നത്. നമുക്ക് ബോഡിക്ക് വേണ്ടുന്ന ലെങ്ത്ത് അതിൻ്റെ വിഡ്ത്തിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ലെങ്ത്ത് 60 ഇഞ്ച് വരെ ഉള്ള ലെങ്ത്ത് നമുക്കിതിൻ്റെ വിഡ്ത്ത് വൈസ് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് 2 മീറ്ററാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ പ്രിൻറ്റഡ് മെറ്റീരിയൽ ഒരു 3.5 മീറ്റർ എടുക്കുന്നുണ്ട്. അത് സെമി അംബ്രല്ല മോഡലിലാണ് ചെയ്യുന്നത്. അപ്പം നല്ല ഫ്ലെയറായിട്ട് തുണിയുടെ വിഡ്ത്ത് തന്നെ കിട്ടാൻ പാകത്തിന് ചെയ്യുന്നുണ്ട്. അത് 58 ഇഞ്ച് വിഡ്ത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ 60 ഇഞ്ച് വിഡ്ത്തുള്ള പ്ലെയിൻ മെറ്റീരിയൽ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് വിഡ്ത്ത് വൈസ് ലെങ്ത്തായിട്ട് ഇട്ടിട്ട് 4ആയിട്ട് മടക്കിയെടുത്ത് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കരഭാഗം വരുന്നത് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗമായിട്ട് എടുക്കാം. തുണി 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് അളവെടുക്കുമ്പോൾ കിട്ടുന്ന ഷോൾഡർ ഉണ്ടല്ലോ, ആ അളവിൻ്റെ നേർപകുതിയും പിന്നെ അതിൻ്റെ കൂടുതൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് ഷോൾഡറിൻ്റെ അളവ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. 16 ഇഞ്ചാണ് ഷോൾഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി 8 ഇഞ്ച്, പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂടി 8.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. അബായയുടെ ബാക്ക് നെക്ക് നമ്മൾ ഒട്ടും ഇറക്കുന്നില്ല. കോളർ നെക്കിന് എടുക്കും പോലെ തന്നെയാണ് അബായയ്ക്ക് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ആ ഷോൾഡർ അടയാളപ്പെടുത്തിയ അളവ് തന്നെ നമുക്ക് ആം ഹോളായിട്ട് എടുക്കാം. കൈക്കൊക്കെ വണ്ണം കൂടുതലുള്ള ആളുകളാണെങ്കിൽ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചോളം നമുക്ക് ആം ഹോളും കൂട്ടിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ലൂസിലാണ് നമ്മൾ അബായ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ചെസ്റ്റ് അളവിനേക്കാൾ 10 ഇഞ്ച് കൂട്ടി എടുത്തിട്ട് അത് 4-1 നമുക്ക് മടക്കിയിട്ട് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ചെസ്റ്റിൻ്റെ 4-1 കണ്ടിട്ട് 2 ഇഞ്ച് കൂട്ടുന്നതിന് പകരം 2.5 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തെടുക്കണം. ഏത് രീതിയിൽ പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കണം. അവിടെ നിന്ന് നമുക്ക് വണ്ണം ചെസ്റ്റ് എടുത്തതിനേക്കാൾ 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തെടുക്കാം. അബായ ആകുമ്പോൾ ഓവറായിട്ട് ഷേപ്പ് ചെയ്തിടാത്തത് കൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് എടുക്കുന്നത്. നല്ല ഷേപ്പിന് വേണമെങ്കിൽ 1 ഇഞ്ച് നമുക്ക് കുറച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ടോട്ടൽ ലെങ്ത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് ലെങ്ത്ത് കൂട്ടിയെടുക്കാം. നമ്മൾ റോൾ ഹെം ചെയ്യുകയാണെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി. മടക്കി അടിക്കുമ്പോൾ 1.5 ഇഞ്ച് എടുക്കണം. ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ചും താഴെ മടക്കി അടിക്കുന്നതിന് 1 ഇഞ്ചും തയ്യൽ തുമ്പ് നമുക്ക് എക്സ്ട്രാ ആവശ്യമായിട്ട് വരും. ഇനി താഴെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കണം. സൈഡ് തൂങ്ങി പോകാതിരിക്കാനാണ്. പിന്നെ ഷേപ്പിൻ്റെ പോയിന്റിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ചെരിച്ച് വരച്ചു കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഇന്നറായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇന്നർ പ്ലെയിൻ മെറ്റീരിയലാണ്, അതിനൊരുപാട് ഫ്ലെയർ നമ്മൾ കൊടുക്കുന്നില്ല. അബായയുടെ തന്നെ ഫിർദൗസിയുടെ മെറ്റീരിയലാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പ്രിൻറ്റഡ് മെറ്റീരിയൽ എടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പം തുണി 2ആയിട്ട് മടക്കിയിട്ടിട്ട് നീളത്തിന് മടക്കിയിട്ട് വിടർത്തിയിടുക. ഇനി നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് എത്ര ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്, അതായത് നമുക്ക് ടോട്ടൽ ലെങ്ത്തും തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇത് അംബ്രല്ല ആയതുകൊണ്ട് സെമി അംബ്രല്ല ആയതുകൊണ്ട് റോൾ ഹെം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇറക്കത്തിനേക്കാൾ 1 ഇഞ്ച് കൂട്ടിയെടുത്ത് മാർക്ക് ചെയ്താൽ മതിയാകും. പിന്നെ നമ്മൾ ഇന്നർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ആ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗം വെച്ച് കൊടുക്കുക. പിന്നെ സെൻറ്റർ പോർഷനെല്ലാം ഒപ്പം വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി സൈഡെല്ലാം ഒന്ന് സെറ്റാക്കി വയ്ക്കുക. അപ്പം നമ്മൾ ഇന്നറിന് അടിവട്ടം കുറവാണ്, നമ്മൾ 2 മീറ്ററല്ലേ എടുത്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഔട്ടറായിട്ട് എടുക്കുന്ന പോർഷന് നല്ല വിഡ്ത്തുണ്ട്, അത് നല്ല ഫ്ലെയറായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹിപ്പിൻ്റെ അവിടം വരെ ഒരുമിച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് അതിനെത്രയാണോ ഫ്ലെയർ കിട്ടുന്നത് അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഹിപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്യാൻ തുടങ്ങിയില്ല, അങ്ങോട്ടേക്ക് ചെരിച്ച് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഹിപ്പിൻ്റെ അവിടെ നിന്ന് തൊട്ട് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2 പീസും 2ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. രണ്ടും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത്, കാരണം ഇതിന് 2നും 2 ഫ്ലെയറാണ്. ഇനി ആ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലിൻ്റെ അടിഭാഗം മറ്റേ മെറ്റീരിയൽ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മടക്കി അടിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ തൂക്കം നോക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഹിപ്പിൻ്റെ അവിടം വരെ നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി താഴേക്ക് ചെരിച്ച് അതിൻ്റെ ഫ്ലെയർ ഫുള്ളായിട്ട് എടുത്ത് കട്ട് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്
ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് എവിടം വരെയാണ് ഒരുമിച്ച് തയ്ക്കേണ്ടതെന്നുള്ളതിന് നമുക്കൊന്ന് അടയാളം ഇട്ട് കൊടുക്കാം. അപ്പോൾ അവിടം വരെ നമുക്ക് തയ്ച്ചാൽ മതിയല്ലോ, രണ്ട് സൈഡും നമുക്ക് ഒരുമിച്ച് കിട്ടുകയും ചെയ്യും. ഇനി ബാക്കി വരുന്ന മെറ്റീരിയലും കൂടി നമ്മൾ അതുപോലെ തന്നെ മടക്കിയിടുക. 3.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പം സെൻറ്റർ പോർഷനിൽ നിന്ന് നമുക്ക് സ്ലീവ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. ബാക്കിനെടുത്ത അതേ അളവ് തന്നെ ഫ്രണ്ടിന് നമുക്ക് എടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്കിന് ചെയ്ത പോലെ തന്നെ ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സെൻറ്റർ പോർഷനിൽ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കവിടെ സെൻറ്റർ ഓപ്പൺ ആക്കി കൊടുത്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ലൈനിങ് പീസ് ഇന്നർ പീസ് വെച്ച് കൊടുക്കുമ്പോൾ സെൻറ്ററിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. നെക്കിൻ്റെയൊക്കെ സൈഡിലേക്ക് വരുമ്പോൾ 1/2 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. പക്ഷേ സെൻറ്ററിലേക്ക് വരുമ്പോഴും താഴ്ഭാഗത്തേക്ക് വരുമ്പോഴും ഈ മാർക്ക് ചെയ്തേക്കണ പോർഷൻ കണ്ടോ, അവിടെ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് മടക്കിയിടാൻ. അതിനുശേഷം ബാക്ക് വെട്ടിയെടുത്ത പോലെ തന്നെ നമുക്ക് ഫ്രണ്ടും വെട്ടിയെടുക്കാം. താഴെ നമുക്ക് കിട്ടുന്ന ഫുൾ ഫ്ലെയറും ഇട്ട് കൊടുക്കാം. അതിനുശേഷം താഴെ നമുക്കിതുപോലെ ചെരിച്ചും കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മൾ ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടില്ല, ആ മെറ്റീരിയലിൽ നിന്നാണ് അളവെടുക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഉള്ളിലുള്ള പീസിന് മാത്രമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഔട്ടറായിട്ടുള്ളത് 1/2 ഇഞ്ച് കൂടുതലുണ്ടെങ്കിലും അത് നമ്മൾ കൂട്ടിയടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് എത്രമാത്രം തയ്യൽ തുമ്പ് എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ സെൻറ്റർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് നെക്കും ആയിട്ട് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം ആ അളവിൽ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സെൻറ്റർ ഇന്നറിൻ്റെ അല്ല, നമ്മൾ പുറമേ ഉള്ള പീസിൻ്റെ സെൻറ്റർ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. താഴെ വരെ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ പ്രിൻ്റഡ് മെറ്റീരിയലാണ് ഓപ്പണാക്കി കൊടുക്കുന്നത്. ഓപ്പണാക്കി ഫുൾ താഴെ വരെ കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് ഓപ്പണായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ടിട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മുകളിൽ നിന്ന് എത്രമാത്രം ഓപ്പൺ വേണം എന്നുള്ളത് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട്, അത് നമ്മുടെ ഇഷ്ടം. ചിലർ 15 ഇഞ്ച് എടുക്കും, ചിലർ 12 ഇഞ്ച് എടുക്കും. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഓപ്പൺ കൊടുത്തിട്ട് ഒന്ന് അടയാളം വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് നെക്ക് കട്ട് ചെയ്ത പീസ് എടുത്ത് വെച്ചിട്ട് ആ നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെയിറ്റ് പീസും കട്ട് ചെയ്തെടുക്കാം. പിന്നെ ബാക്കി വരുന്ന മെറ്റീരിയൽസ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഹോളൊക്കെ കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്തുനിന്ന് 1/2 മീറ്റർ എക്സ്ട്രാ നമ്മൾ കൈക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ വിഡ്ത്ത് വൈസ് മടക്കിയിടുക. അപ്പോൾ നമുക്ക് വിഡ്ത്ത് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഇതിനകത്തുനിന്ന് കിട്ടും. പിന്നെ നമ്മൾ കൈയുടെ അറ്റത്ത് ഇതിനകത്ത് ഒരു ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. ഇനി ഇലാസ്റ്റിക് വേണ്ടാന്നുള്ളവർക്ക് നമ്മൾ ഇന്നറിന് കൊടുത്തേക്കുന്ന ആ ഗ്രീൻ കളർ ഉണ്ടല്ലോ, ആ കളർ നമുക്ക് പൈപ്പിങ്ങോ ചെറിയ പടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക് കൊടുക്കുന്നതുകൊണ്ട് താഴ്ഭാഗത്ത് നല്ല ലൂസ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 9 ഇഞ്ച് നീളത്തിൽ 2 പീസാണ് ഇലാസ്റ്റിക് അടിച്ച് വെക്കുന്നതിനായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഔട്ടർ മോസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് സെൻറ്റർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ അവിടെ നമ്മളൊരു അടയാളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള തയ്യൽ തുമ്പിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. പിന്നെ സെൻറ്റർ വരുമ്പോഴത്തേക്കും 1 ഇഞ്ചിനടുത്ത് തയ്യൽ തുമ്പ് വേണം. നമ്മളതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴേന്ന് ഇതുപോലെ 2 ഫോൾഡായിട്ട് മടക്കി കൊടുത്ത് വരിക. സെൻറ്റർ പോർഷൻ വരുമ്പോൾ സ്ലിറ്റ് അടിക്കും പോലെ അടിച്ച് അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തയ്ച്ച് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. പിന്നെ 2 പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും ഞാനിവിടെ കാണിച്ചിട്ടില്ല. നമുക്ക് ഈ ഓവർകോട്ട് മോഡൽ എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പീസ് ഒരുമിച്ച് വെച്ച് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ കൈയുടെ അറ്റത്ത് ഇലാസ്റ്റിക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ നടുക്ക് കൂടി ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്ത് എടുക്കണം കേട്ടോ. സൈഡ് കൂട്ടിയടിക്കുന്ന സമയത്ത് 2ആയിട്ട് തന്നെ ഹിപ്പിൻ്റെ പോർഷനിൽ നിന്ന് 2ആയിട്ട് തന്നെ എടുക്കുക കേട്ടോ. അതുകൊണ്ടോ 2ഉം 2ആയിട്ട് വിടിയിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ 2ആയിട്ട് തന്നെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യാനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.